90s സ്വപ്നത്തിലുള്ള ചെറുക്കൻ. അന്നൊക്കെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനായിട്ട് ഫോളോവേഴ്സ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഫോളോവേഴ്സ് കുറവാണ്. നല്ലൊരു നടനാണ്, എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും എന്ന് പറയണ ഒരു നടനാവാനാണ് ആഗ്രഹം. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടാവും, നമ്മുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടിട്ട് ഒരാള്. സൂര്യ അല്ലേ, സൂര്യ തമിഴ് നടൻ, സൂര്യയുടെ പടം ഹീറോയിൻ. നിലവാരം ഇല്ലാത്ത ചെളി കിട്ടണില്ലടേ എന്നോട് പറയാൻ വേണ്ടിട്ട്. വീഡിയോ കോൾ ചെയ്യണോ? നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നിരുത്സാഹപ്പെടുത്തുന്നവരാണ് നല്ലതെന്ന് പറയുന്നത്. ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റ് ആകുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ തന്നെ നമ്മളെ പരിഗണിച്ചിട്ടുണ്ടാവുള്ളൂ. ആ പരിഗണന അങ്ങനെ വളരണം. ഷൂട്ടിങ്ങിന് പോകാന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. ലൊക്കേഷനിൽ അവിടുത്തെ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഞാൻ പ്രണയിച്ചതൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. പ്രണയിച്ചില്ലെങ്കിൽ എന്തെങ്കിലും അസുഖം. പിരിശത്തിൻ കാലത്ത് മുഹബത്തിൻ പേരിട്ട് നീ തന്ന ചെമ്പകം. ഞാൻ ഈ ഒരു സെഗ്മെന്റിലേക്ക് പോവാം. നമുക്ക് ഞാൻ കുറച്ച് ആക്ടേഴ്സിന്റെ പേര് പറയാം. ആ ആക്ടേഴ്സിന്റെ എന്ത് ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ എന്ത് ക്യാരക്ടറാണ് ഇപ്പം അൻവർക്കയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് എന്ന് പറയണം. ഓക്കെ, ഇപ്പം ജസ്റ്റ് മമ്മൂക്കയുടെ ആണെങ്കിൽ ചിരിയാണെങ്കിൽ ചിരി എന്ന് പറയാം, അല്ലെങ്കിൽ ആക്ടിങ് സ്കില്ലാണെങ്കിൽ ആക്ടിങ് സ്കിൽ. ജസ്റ്റ് ഒറ്റൊരു കാര്യം എടുക്കാൻ പറ്റുള്ളൂ, അവരുടെ അടുത്ത് നിന്ന് മോഷ്ടിക്കാൻ പറ്റും. സെയിം. ഓക്കെ, അപ്പൊ മമ്മൂക്കാന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മമ്മൂക്കയുടെ എന്താണ് ഒറ്റൊരു കാര്യം നാളെ തൊട്ടത് അൻവർക്കയ്ക്ക് ഉണ്ടാവും? ആക്ടിങ്. അതാണ് മെയിൻ. ലാലേട്ടനാണെങ്കിലോ? ആക്ടിങ്. പുള്ളിയുടെ ചിരിയും ഇഷ്ടമാണ്, ആക്ടിങ്ങും പിന്നെ പറയണ്ടല്ലോ നമ്മളതൊന്നും. പിന്നെ ലാലേട്ടൻ, മമ്മൂക്ക, അത് രാജുവേട്ടൻ. ആളെ എന്താ പറയാ, ആ വ്യക്തിത്വം, നിലപാട്, ആറ്റിറ്റ്യൂഡ്, നിലപാട്, അതൊക്കെ ഭയങ്കര ഇഷ്ടം. നിലപാടാണ് ഇഷ്ടം. ഓക്കെ, നിവിൻ പോളി ഭയങ്കര അവൻ്റെ റിയൽ ലൈഫിലെ ക്യാരക്ടർ, ആൾക്കാരായിട്ട് ഇടപഴകണതും ഇതും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവന് ഇപ്പോഴത്തെ യൂത്തിൽ ഭയങ്കരമായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഭയങ്കരമായിട്ട് കോമഡിയും ഇതൊക്കെ വർക്കാവുന്ന ഒരാളാണ് പുള്ളിയുടെ നിന്ന് എടുക്കാൻ പറ്റിയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവരതൊക്കെ ആക്ടിങ് എടുത്തു, അതുകൊണ്ട് മാത്രം ഞാൻ പറയാം പുള്ളിയുടെ എന്താ പറയാ, അതെന്താ പറയാ, പറ്റില്ല. എന്തെങ്കിലും എടുക്കണമെങ്കിൽ അവന്റെ എല്ലാവരുമായിട്ടുള്ള ആ പെരുമാറ്റല്ലേ, എന്താ പറയാ, നമുക്ക് പെട്ടെന്ന് ഇഷ്ടാവും അവനായിട്ട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ്. ഓക്കെ, ആ ഒരു ക്യാരക്ടർ എടുക്കാം. ഇനിയിപ്പോ ഇന്ദ്രൻ ചേട്ടൻ എന്താ എടുക്ക? പുള്ളിയുടെ ആ ലാളിത്യം, വിനയം ഒക്കെ ആണ് മെയിനായിട്ട്. നമുക്ക് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഒരുമിച്ച്. വിനയമാണ്, വിനയം, ലാളിത്യവും ഭയങ്കരമാണ്. ആള് സിമ്പിളാണ് ആള്. ഇനിയിപ്പം നമുക്കൊരു ഡ്രീം ക്യാരക്ടർ, ഡ്രീം റോള് ചെയ്യണമെങ്കിൽ അത് ഏത് റോളാ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത്? എനിക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് ഞാൻ അങ്ങനെ ഒരു ഡ്രീം ക്യാരക്ടർ എനിക്ക് പോയിട്ടില്ല. എനിക്ക് ഞാൻ ചെയ്തു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇതായിട്ടില്ല. അപ്പോൾ അതിലേക്ക് പോകാനെന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് നല്ലൊരു നടനാണ്, എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും എന്ന് പറയണ ഒരു നടനാവാനാണ് ആഗ്രഹം. 90s നല്ലൊരു നടനാണെന്ന് ഓൾറെഡി കമന്റ്സും കാര്യങ്ങളും ഉണ്ട്. വന്നിരിക്കുന്ന യൂട്യൂബിലെ വീഡിയോസിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെയാ ഞാൻ കണ്ടേ. ഞാൻ കാണിച്ചു 90s സ്വപ്നത്തിലുള്ള ചെറുക്കൻ. 90s കിഡ്സ് ആയിരിക്കും. അങ്ങനെയാണോ? 90s കിഡ്സ് ഇട്ടിട്ടില്ല. നിഷാറിഫൂട്ട് കമന്റ് ആണ് 90s സ്വപ്നത്തിലുള്ള ചെറുക്കൻ. കാര്യമായിട്ട് ഇട്ടതാ, ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ അന്ന് സ്വപ്നത്തിലുണ്ടായിരുന്നു. എന്താ വെച്ചാൽ അന്ന് ഇതേമാതിരി മൊബൈലുണ്ട്, യൂട്യൂബ്, ഫേസ്ബുക്ക് ഇതൊന്നും ഇത്രയും ഇതായിട്ടില്ലല്ലോ, ഇൻസ്റ്റാഗ്രാം ഒന്നും എന്റെ തുടക്കത്തില്. അത് കാരണം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മുടെ
ടാലന്റ് ഒന്നും അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഈസിയാണ് അവരുടെ ഒരുപാട് ടാലന്റ് പ്ലാറ്റ്ഫോം ഉണ്ട്. ശരിയാണ്. അല്ല ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് അന്നൊക്കെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനായിട്ട് ഫോളോവേഴ്സ് ഉണ്ടാവും വിചാരിച്ചിട്ട്. എനിക്ക് ഫോളോവേഴ്സ് കുറവാണ്. അപ്പോൾ ഈ ഇന്റർവ്യൂലൂടെ നമുക്ക് ഫോളോവേഴ്സിനെ കൂട്ടാം. ഞാൻ കുറച്ച് ടാസ്ക് ഒക്കെ തരാം, അത് ചെയ്താൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞത് സത്യം തെളിഞ്ഞില്ലേ? ഫസ്റ്റ് കമന്റ് അത് ശരിയാണ്. 90s കിഡ്സ് ആയിരിക്കും. ഇല്ല, കിഡ്സ് അവർ എഴുതാൻ മറന്നുപോയതാണ്. സാറിന് വിളിച്ചു വരുത്തി അപമാനിക്കരുതേന്നല്ലേ. ഞാൻ പക്ഷേ ഏജ് എന്ന് പറഞ്ഞാല് വിഷമിക്കണം. എക്സ്പീരിയൻസ് ആണ് അത്. അത്രയും കാലം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത്. എക്സ്പീരിയൻസ് കുറവായതിന്റെ പ്രശ്നമാണ്. അല്ല, അത് ജീവിതത്തിലെ എക്സ്പീരിയൻസ് കുറെ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ ഗുണം ചെയ്യണതാണ്. അപ്പൊ ശരിക്കും എത്ര വയസ്സുണ്ട്? എന്റെ ബർത്ത്ഡേ ആണ് നാളെ. നാളെയോ? അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. നാളെ ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് ബർത്ത്ഡേ. നല്ലൊരു ദിവസമായിരിക്കും. ഫാൻസി നമ്പറാണ് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ. അതെന്താ? 4/4/2026. 4/5. ആ 4/5 തീയതിയാണ്. അതെ. 44 ഏജ്. ഓ അങ്ങനെ. ഞാൻ മെയിൽ തന്നെ കേട്ടോ. 16-ാം തീയതി മെയിലാണല്ലേ? മെയിൽ എല്ലാരും നല്ല ആൾക്കാരെ ജനിക്ക. അത് മാറ്റി പറയാൻ നല്ല ആൾക്കാര് അതെ, നല്ല ആൾക്കാര് നല്ല കുട്ടികളൊക്കെ മെയില ജനിക്കുക. നമ്മളതന്നെ. അപ്പൊ അല്ല, ഇപ്പൊ ഇലക്ഷന്റെ റിസൾട്ട് വരാൻ പോവല്ലേ, എന്ത് പ്രതീക്ഷിക്കുന്നു? ആരായിരിക്കും? തുടർഭരണമായിരിക്കുമോ? തുടർഭരണമാണെങ്കിലും കുഴപ്പമില്ല, എന്താണെങ്കിലും കുഴപ്പമില്ല. അല്ല നിലപാടിന്റെ അല്ല, എന്താ തുടർഭരണം മോശമൊന്നും അല്ല, മോശമല്ല. പിന്നെ പുതുതായിട്ട് വരുന്ന അവര് നന്നായി ഭരിച്ചു കഴിഞ്ഞാല് അത് നല്ലതാണ്. എന്താ വെച്ചാൽ ജനങ്ങൾക്ക് ഗുണം കിട്ടണം. അതല്ല, അപ്പൊ ചേട്ടന്റെ ഒപ്പീനിയനിൽ ഏതായിരിക്കും ജനങ്ങൾക്ക് ഗുണം കിട്ടുക? അത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ കഴിഞ്ഞ ഇതില് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇനി ഇപ്പം തുടർഭരണം വന്നില്ലെങ്കിൽ അവര് നന്നായി അതിനെ കവച്ചു വെക്കുന്ന രീതിയിൽ ചെയ്യണം. അത്ര അറിയില്ല, നമുക്ക് കാണാം. ഇപ്പോൾ പഴയ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടല്ലോ എല്ലാം കൊണ്ടും. അപ്പൊ പുതിയ ആൾക്കാരാണല്ലോ കുറെ. എന്നാലും സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ ആർക്കാ വോട്ട് ചെയ്ത് പറയാൻ പാടില്ല. നമ്മൾ എന്തിനാണ് ഇത് മറച്ചു വെച്ച് വോട്ട് ചെയ്യണത്? ആരും അറിയാതിരിക്കാണ്. നമ്മൾ ഓപ്പണായി പറയാൻ പാടില്ല. ചെയ്തിട്ടുണ്ട്, ഞാനും ചെയ്തു, പക്ഷെ എന്നെ പോയി. ആ ചേച്ചി മര്യാദക്കല്ല വരച്ചത്. അതെ, എനിക്കത്ര ഇഷ്ടായില്ല. ഇനിയിപ്പം മലയാളത്തിലും തമിഴിലും അഭിനയിച്ച ഒരാളാണ് അൻവർ ഖാൻ. അപ്പം ഏത് ഇൻഡസ്ട്രി ആയിരുന്നു ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ, ഒരു ജെൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയത്? മലയാളം തന്നെ. മലയാളം നമുക്ക് മലയാളികളോടുള്ള ഒരു നമുക്ക് സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. അത് നമ്മളിപ്പോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും നമുക്ക് അതിലേക്ക് കൂടുതൽ അടുക്കാനും ആ ക്യാരക്ടേഴ്സ് നമ്മൾ കുറെ കണ്ടു മറന്നുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഇവിടുത്തെ ആക്ടിങ്ങും അവിടുത്തെ ഇത് കൾച്ചർ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അത് നമുക്ക് കൂടുതൽ ഇടപഴകിയുള്ളത് ചെയ്യുമ്പോഴാണ് കൂടുതൽ നല്ലത്. നമ്മൾ കണ്ടു പരിചയമുള്ള ക്യാരക്ടേഴ്സ് കണക്ട് ചെയ്യുമല്ലോ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സ്. എപ്പോഴെങ്കിലും നമ്മൾ കുറേ ഇങ്ങനെ ചാൻസിന് വേണ്ടി, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചെന്നൈയിലൊക്കെ പോയി ചാൻസിന് വേണ്ടി ചോദിച്ചു, അങ്ങനെ നമ്മൾ ചാൻസിന് വേണ്ടി കുറേ നടന്നു കഴിഞ്ഞിട്ട് കിട്ടാതായ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഇനി സിനിമ വേണ്ട, എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല സിനിമ എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു ഡൗൺഫോൾ ഞാൻ അങ്ങനെ തോന്നി കഴിഞ്ഞു. നമ്മളെ കോൺഫിഡൻസ് പോയില്ലേ. ഞാനങ്ങനെ ഫൈറ്റ് ചെയ്ത് എങ്ങനെയും അഭിനയിക്കും, നടനാവും, കഴിവുണ്ട് എന്നുള്ളൊക്കെ ഒരു വിശ്വാസം ഉണ്ട്. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തി എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? ആരും റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടാവും. നമുക്ക് ആക്ച്വലി ഞാൻ പറയാം, നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നിരുത്സാഹപ്പെടുത്തുന്നവരാണ് നല്ലതെന്ന് പറയും. അത് കറക്റ്റാ. എന്നാലേ നമുക്ക് ഫയർ ഉണ്ടാവുള്ളൂ. കുറെ എല്ലാവരും നമ്മളെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അതന്നെ അതിൽ വേറൊരു, അതായത് നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വാശിയും ത്വരയൊന്നും ഉണ്ടാവില്ല. നമ്മളെ നിരുത്സാഹപ്പെടുത്തണം, പുച്ഛിക്കണം.
അവോയ്ഡ് ചെയ്യണം. അതൊക്കെ കണ്ട് വളരണം നമ്മൾ. എന്നാലേ നമ്മൾ എവിടെ പോയാലും ജീവിക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ എന്നെ പുച്ഛിച്ചിരുന്നു മറ്റേ ഇതാക്കി അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. നമ്മുടെ ലൈഫിൽ അതൊക്കെ കണ്ട് വളരണം. എന്നാലാണ് നമ്മൾ എവിടെ പോയാലും പതറാണ്ട് നിൽക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി? അടി കൊണ്ട് വളരണം എന്ന് പറയില്ലേ പിള്ളേർ, സ്കൂളിൽ നിന്നായാലും ഇതിനൊന്നും. ഇപ്പം അത് വ്യത്യാസം ഉണ്ടല്ലോ. പിള്ളേർക്ക് പെട്ടെന്ന് ഇതായി പോവും. ഇപ്പോഴത്തെ പിള്ളേർ പെട്ടെന്ന് ഫീൽ ചെയ്യും, പെട്ടെന്ന് ഇമോഷൻ ഇതാവൂലേ. നമ്മൾ ഫൈറ്റ് ചെയ്യാൻ, അതായത് അതിനൊരു ഇതുണ്ട്. അതുപോലെയാണ് ഇത്. നമ്മൾ ഇപ്പം ജൂനിയർ ആർട്ടിസ്റ്റ് ആകുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ തന്നെ നമ്മളെ പരിഗണിച്ചിട്ടുണ്ടാവുള്ളൂ. ആ പരിഗണന അങ്ങനെ വളരണം എന്ന്. അല്ലാണ്ട് നമ്മൾ അന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് ആകുമ്പോൾ സ്റ്റീൽ ഗ്ലാസ്സിൽ വെള്ളം തന്നു, വലുതായപ്പോൾ നമ്മളത് തട്ടായിട്ട് തന്നെ വളരണം. അല്ലാണ്ട് ആദ്യം തന്നെ ഇതിൽ വെള്ളം കുടിക്കാനോ വേണ്ടിയിട്ടല്ലല്ലോ പോകുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയി അഭിനയിച്ച ഏത് സിനിമ നമ്മളാണോ? നമ്മൾ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു. അത് എങ്ങനെയായിരുന്നു അതിനേക്കുള്ള ഒരു ഓപ്പണിങ്? അല്ല, ഓപ്പണിങ് അന്ന് ഇതുപോലെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. ആ സുഹൃത്ത് വഴി കോർഡിനേറ്റർമാരെ കണ്ടു. ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ആക്കുന്ന ആൾക്കാരെ കണ്ടു. അന്ന് അങ്ങനെയാണ് നമ്മളിലേക്ക് പോകുന്നത്. അന്ന് കുറേ പേര് വേണം, 100-500 പേര് ഡെയിലി വേണം. അപ്പം നമ്മൾ ചാവക്കാട് ആണല്ലോ സ്ഥലം. അപ്പം അവിടെ കുറേ ഫ്രീക്കന്മാരുണ്ട്. അപ്പം എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ബൈക്കുണ്ട്, ഓൾട്രേഷൻ ചെയ്ത വണ്ടികളൊക്കെ ഉണ്ട്. അപ്പം അവരായിട്ടാണ് ഞാൻ നമ്മളെ ടീം ബൈക്ക് ഇത്. അപ്പം അടിച്ചുപൊളിക്കണ സമയം. പക്ഷെ പെട്രോൾ അടിക്കാനൊന്നും അധികം പൈസ ഉണ്ടാവില്ല ആ സമയത്ത് പിള്ളേരായിട്ട്. ബൈക്കൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ പ്രശ്നം മേടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പം എങ്ങനെ പൈസ ഒപ്പിക്കുക എന്നുള്ള സമയത്താണ് നമ്മളിങ്ങനെ സിനിമയിലേക്ക് ഇങ്ങനെ നോക്കുന്നത്. അന്ന് പൈസയും കിട്ടും, ചെറിയ ചില്ലറ കിട്ടും. അഭിനയിച്ചാൽ ഫുൾ ടൈം നിന്ന് അവിടെ ഇവിടെയൊക്കെ നിൽക്കണ്ടാവുള്ളൂ. പിന്നെ ഫുഡുണ്ട്, പിന്നെ പെട്രോൾ അടിക്കാനുള്ള പൈസയുണ്ട്, ബില്ല് തരും. അത് പോയിട്ട് പെട്രോൾ അടിച്ചാൽ മതി. അപ്പം അന്നത്തെ സമയത്ത് പിള്ളേർക്ക് സിനിമ എന്ന് പറയുന്നൊരു സംഭവം, ഷൂട്ടിങ്ങിന് പോകാന്ന് പറഞ്ഞാൽ തന്നെ വലിയ സംഭവമാണ്. ലൊക്കേഷനിൽ അവിടുത്തെ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മളെ പിള്ളേരൊക്കെ കൊണ്ടുപോകും, അഭിനയിപ്പിക്കും, ഞാനും പോവും. അങ്ങനെ ചെയ്തതാണ്. പിന്നെ എനിക്ക് മനസ്സിലായത് അവിടെ അതിൽ ഇങ്ങനെ ആ ഒരു ഇതിൽ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു സംഭവം. ജൂനിയർ ആ രീതിയിൽ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ റെഡ് ഷർട്ട് ഇട്ട് വന്ന ദിവസം ഫ്രണ്ടിൽ നിർത്തും. അങ്ങനെയാണ് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടേ ഫ്രെയിമിൽ നിർത്തണം. പക്ഷെ അതിൽ നിന്നാണ് എനിക്ക് കുറേ കാര്യങ്ങൾ, കുറേ ബന്ധങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. അതിൽ നിന്നാണ് എനിക്ക് ആൽബം കിട്ടുന്നത്. അതിൻ്റെ കോർഡിനേറ്റ് ചെയ്ത ആളാണ് എനിക്ക് ഫസ്റ്റ് ആൽബം ഷൂട്ട് ചെയ്യാൻ എന്നെ വിളിച്ചത്. അപ്പം അതിനൊരു സ്റ്റാർട്ടറാണ്. ഇപ്പം ലക്കാണോ ഹാർഡ് വർക്ക് ആണോ സിനിമയിൽ ആവശ്യം എന്ന് ചോദിച്ചാൽ, ലക്ക്, ഹാർഡ് വർക്ക് ഓർ കണക്ഷൻ, ഏതാണ് ഏറ്റവും കൂടുതൽ? ഈ മൂന്നിനെയും ഒരു പ്രയോറിറ്റി ഓർഡറിൽ. ബന്ധങ്ങൾ കഴിഞ്ഞാൽ ലക്കാണോ ഹാർഡ് വർക്ക് ആണോ? കഴിവുണ്ടെങ്കിൽ ബന്ധങ്ങളാണ് മെയിൻ. ഞാൻ പഠിച്ചത് കഴിവിനെ കൂടുതൽ. നമ്മളത് കഴിവുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനും അത് കാണിക്കാനും പറ്റിയൊരു ഇത് കിട്ടണ്ടേ, സ്പേസ് കിട്ടണ്ടേ. അതിന് ബന്ധങ്ങൾ തന്നെ വേണം. അതാണ് മെയിൻ. പിന്നെ ഹാർഡ് വർക്ക്, പിന്നെയാണ് ലക്ക്. ലക്കുണ്ട്, എനിക്ക് തോന്നിയതാണ്. ചിലർ വിശ്വസിക്കണ്ടാവില്ല. പക്ഷെ നമുക്ക് എത്ര ശതമാനം ലക്ക് ഉണ്ടായിരുന്നു സിനിമയിൽ? എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ കുറേയൊക്കെ ഭാഗ്യവാനാണ്. നമ്മൾ ഒന്നുമില്ലാമെന്ന് വന്നാണ്. അപ്പം എനിക്ക് കിട്ടുന്നതൊക്കെ ലാഭമാണ്. പക്ഷേ എൻ്റെ ആ ടൈം പീരീഡ് ആലോചിക്കുമ്പോൾ ഇത്ര ടൈം പീരീഡ് എടുത്തു എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ പ്രായം കൂടുമ്പോഴാണ് കുറച്ചുകൂടി നല്ല ക്യാരക്ടേഴ്സുകൾ കിട്ടുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ സമാധാനിപ്പിക്കാം. ഞാൻ വൈഫിനോട് പറയും, 40 ഏജ് ആകുമ്പോൾ ഞാൻ പറഞ്ഞു വിക്രമിനൊക്കെ 40 വയസ്സിലാണ് രക്ഷപ്പെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു വന്നു. അത് കഴിഞ്ഞ് സത്യൻ സാറിൻ്റെ പേര് പറഞ്ഞു, പിന്നെ ജോജു ചേട്ടൻ്റെ പേര് പറഞ്ഞു. ഇപ്പോൾ ഇത്ര ഇനി ആരെ പേര് പറയുന്നു ഞാൻ ആലോചിക്കുന്നത്. അതാണ്. വൈഫ് എങ്ങനെയാണ്? നല്ല സപ്പോർട്ടീവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രഷർ സപ്പോർട്ട് ചെയ്യാണ്ട് പറ്റില്ല. അല്ലാണ്ട് എനിക്കിങ്ങനെ പിടിച്ചിക്കാൻ പറ്റില്ലല്ലോ. എന്നുവെച്ചാൽ ഞാൻ അനുഭവിക്കുന്നതിനപ്പുറം അവര് അനുഭവിക്കണ്ടേ. ഒറ്റയ്ക്കായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഞാൻ പറയും ഒരു പൊറാട്ടയും സാമ്പാറും ഉണ്ടെങ്കിൽ ഞാൻ ജീവിച്ചു പോകും. എനിക്ക് ഇവിടെ ഫ്രണ്ട്സ് ഇവിടെ വേണമെങ്കിൽ സ്റ്റേ ചെയ്യുക കാര്യങ്ങളൊക്കെ. ഇതെന്ന് വെച്ചാൽ മക്കളുണ്ടാകുമ്പോൾ മക്കളെ
അതിൻ്റെ രീതിയിൽ പഠിപ്പിക്കണം, അവരെ ചിലവുകൾ വേണം, അതുപോലത്തെ താമസ സൗകര്യം അതുപോലെ വേണം, വൈഫിനെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. വൈഫ് ആർട്ടിസ്റ്റാണ്, പെയിൻറ്റിങ് പുള്ളിക്കാരി, എക്സിബിഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കഥക് എന്ന് പറഞ്ഞ പേരിലെ പുള്ളിക്കാരി. ആ മൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു കലാകാരിയാണ്. കലാകാരിനെ വേണമെന്നുണ്ടായിരുന്നു എനിക്കൊരു ആഗ്രഹം. എന്ന് വെച്ചാൽ ഞാനൊരു കലാകാരനാണ്, നമ്മളെ പൾസ് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അവർക്ക്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഒരു കലാകാരിക്ക് ചില നേരത്തൊക്കെ അവർക്ക് ഇമോഷണൽ ആവും. പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരെ പ്രശ്നമല്ല. ഒരു 10 വർഷം 12 വർഷമായിട്ടും ഇതുവരെ ഇന്നാവും നാളാവും എന്ന് പറഞ്ഞിട്ട് പറ്റില്ലല്ലോ. ചില നേരത്തൊക്കെ കൈവിട്ട് പോവും. പക്ഷെ അപ്പൊ ആ നേരത്ത് നമ്മൾ നന്നായി ക്ഷമിക്കണം. അതെ, നമ്മൾ മനസ്സിലാക്കണം സിറ്റുവേഷൻ. എന്താ വെച്ചാൽ നമുക്ക് വേണ്ടി ഇങ്ങനെ ഇത്രയും ക്ഷമിച്ചോണ്ടിരിക്കില്ലേ. രണ്ടുപേരും ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് കപ്പിൾസ് ആണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ അല്ലെ, കണ്ണ് കെട്ടാതിരിക്കട്ടെ ഈ ഇന്റർവ്യൂ കഴിയുന്നതിലൂടെ. അപ്പൊ അൻവർക്ക് നമ്മൾ ചെറിയൊരു ടാസ്ക് തരാൻ പോവാണ്. അൻവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സെലിബ്രിറ്റി ഫ്രണ്ട് ആയിട്ടുള്ള ചിത്ര ചേച്ചീനെ വിളിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രാങ്ക് ചെയ്യണം. ലാസ്റ്റ് ഇന്റർവ്യൂ ആണെന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അത് ചെയ്യാം. ചിത്രം വിളിച്ച് കിട്ടിയാൽ മതി. എടുക്കും. പക്ഷെ ചിലപ്പോൾ ഷൂട്ടിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ നേരത്ത് ചിലപ്പോൾ ആദ്യം നമ്മളെ മൂഡ് നോക്കണം. നമ്മൾ വെറുതെ ചളി അടിക്കാൻ വിളിച്ച് നോക്കാം. ചിത്ര തിരക്കിലാണോ? ഞാൻ വിളിച്ചത് ഒരാൾ നമ്പർ ചോദിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൊടുക്കട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. സൂര്യ അല്ലേ? സൂര്യ, തമിഴ് നടൻ. സൂര്യയുടെ പടം, ഹീറോയിൻ. അതല്ല, അതായത് ഇവന്റെ കഴിഞ്ഞ ജന്മത്തിലേ, അതായത് 2-3 ഹീറോയിൻ ഉണ്ട് ഇത്ര. അല്ലല്ല, അതെ സത്യം. അതെ അല്ലടേ. പിന്നല്ലേ, നീ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ, നന്നായിട്ട് പാടിയുണ്ട്. അത് ആരെ പാടിയതാ? കൊറേ ആള് പറഞ്ഞു അടുത്ത 2 പാട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഡേറ്റ് ഇല്ല. ഞാൻ ഡയറി നോക്കിയപ്പോ ഡയറി കിട്ടാനില്ല. പുതിയ ഡയറി അടിച്ചാലോ നമുക്ക്, ഡേറ്റ് ഒക്കെ കൂട്ടിട്ടിട്ട്? ബുദ്ധിമുട്ടാകുമോ? അത് ഈ ഒരു കാര്യം ചെയ്യേ, നിനക്ക് കൂടുതൽ ലൈക്കും കാര്യങ്ങളും കിട്ടണമെങ്കിലേ നീ എന്റെ പഴയ ആൽബങ്ങളിൽ ഏതെങ്കിലും പാട്ട് പാടിട്ടു. അത് ഞാൻ ഇട്ടെന്റെ റിപ്പോർട്ട് അടിച്ചോണ്ട് 2 എണ്ണം. കോപ്പിറൈറ്റ് ഉള്ള പാട്ടുകളൊക്കെ വരുമ്പോ അങ്ങനെ വരും, മനസ്സിലായാ? പണിയൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചിട്ട് ചളി വാരി വിതറി എറിഞ്ഞാൽ നമുക്ക് കുറച്ച് ചിരിക്കായിരുന്നു. അതെ ഞാൻ ഒരു ലോഡ് ചളി മേടിക്കാൻ പറഞ്ഞ വെച്ചിട്ടുണ്ട്, എന്റെ തീർന്നു. അപ്പൊ കുറച്ച്, അതായത് നിലവാരം ഇല്ലാത്ത ചെളി കിട്ടണില്ലടേ നിന്നോട് പറയാൻ വേണ്ടിട്ട്. അപ്പൊ അതാ പറയണത്, നിലവാരമില്ലാത്ത ചെളി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം ഈറ് കൊണ്ടും പിന്നെ ചളി കൊണ്ട് അൻവർക്കേന്റെ തട്ട് താണ് തന്നെ. അതെ, നീ എന്നെ അധികം വിഷമിപ്പിക്കില്ല. നാളെ എന്റെ ബർത്ത്ഡേ ആണ്. ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. ഓക്കെ, താങ്ക് യു. അപ്പൊ പോസ്റ്റ് ഇടണം, സ്റ്റോറി ഇടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കരുത്. എന്റെ നല്ല ഫോട്ടോ നോക്കിയിട്ട് ഇട്ടോളൂ കേട്ടോ. പിന്നെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. നിനക്ക് ഇനി നന്നായി സംസാരിച്ച കാരണം നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. അപ്പൊ നിന്നോട് പറയാത്തതുകൊണ്ട് നീ ദേഷ്യമൊന്നും പിടിക്കരുത്. ഓക്കെ. ഹലോ ചേച്ചി, നമ്മള് ബീഫ് പ്ലേസ് ചെയ്യുന്ന അന്നയാണ്. ബീഫ് പ്ലേസ് ചെയ്യുന്ന അന്നയാണ് സംസാരിക്കുന്നത്. നമ്മൾ ഇന്റർവ്യൂലാണ്. നമ്മൾ അൻവർക്ക് ഒരു ചെറിയ ടാസ്ക് കൊടുത്തതാ. നിന്റെ നിലവാരം എല്ലാരും ഒന്ന് അറിയട്ടെ. അതെ സത്യം, ഇത് സത്യം. അപ്പൊ ഞാൻ പറഞ്ഞു, അവളെന്നെ വഴക്ക് പറയോ പ്രശ്നം ഉണ്ടാവുമ്പോ അതൊക്കെ കട്ട് ചെയ്തോളോ എന്ന് പറഞ്ഞു. കൂടുതൽ നന്നായി പോയി. നിന്റെ നിലവാരം എല്ലാരും അറിയട്ടെ. ഒരു മനസ്സുഖം. നമ്മള് ഇതൊന്നല്ല അല്ലേ ചിത്ര ചളി പറയാറ്. ഓക്കെ എന്തായാലും കൊടുക്കാട്ടാ. ഇതിലും പറയണ്ടോ? ഹാപ്പി ബർത്ത്ഡേ മറക്കണ്ട. താങ്ക് യു ചേച്ചി. ഗൂഗിൾ പേ മറക്കണ്ട. ഞാൻ അയക്കാം.
താങ്ക് യു ചേച്ചി. ഓ വെൽക്കം. പണി ഇത് സത്യം തന്നെയാണ് ശരിക്കും. അതെ, ഇത് സത്യമാണ്. വിശ്വസിക്കാനേ പറ്റൂല. വീഡിയോ കോൾ ചെയ്യണോ? വേണ്ട, മുഖത്ത് നോക്കിയാലും കള്ളലക്ഷണം നല്ല അഭിപ്രായം എല്ലാവർക്കും. ഓക്കെ, ഞാൻ അൻവർക്കൊക്കെ നീ എല്ലാ സത്യം പറയണ്ട, ഞാൻ ഇന്റർവ്യൂല് പറയണ്ടാണ് ബാക്കി. ഓക്കെ കേട്ടോ. അയ്യോ ബർത്ത്ഡേ പറയാൻ. അതെ, ഞങ്ങള് ഭയങ്കര എന്താ പറയാ, ഞങ്ങളിപ്പോ ഒരു ഖുശ്ബു എന്ന് പറഞ്ഞ പടം ചെയ്തു. എൻ്റെ പൊന്നു എന്ത് രസമെന്ന് പറയും. കോമഡികള് ഇങ്ങനെ സ്പോട്ടിൽ ഇങ്ങനെ അടിക്കും, ഭയങ്കര രസമായിരുന്നു. അപ്പം എനിക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ വരുമ്പോൾ വെറുതെ വിളിക്കും, അപ്പം എന്തെങ്കിലുമൊക്കെ ചളി അടിക്കും ഉപരി. അപ്പോൾ നമ്മളൊരു ഹാപ്പി ആവും. അപ്പം ഞാനും അവളും കൂടി ഇങ്ങനെ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഇവള് വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കോമഡി പറയൂലേ. ഞാനാകുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ കളിയാക്കിയിട്ടൊക്കെ എപ്പോഴും കളിയാക്കി. അപ്പോൾ അതാണ് ഭയങ്കര ആർട്ടിസ്റ്റാണ്, അടിപൊളിയാണ് ആക്ടിങ്. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടാവും, നമ്മുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാള്. ഇപ്പൊ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. ഇൻഡസ്ട്രിയിലെ ഒരു നല്ലൊരു ഫ്രണ്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരായിരിക്കും പറയാം? കുറേ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സിനിമയിൽ പ്രിൻസ് ഹുസൈൻ, ലൂക്കയുടെ ഒക്കെ പ്രൊഡ്യൂസർ, നമ്മുടെ ചങ്കാണ്. അങ്ങനെയാണോ ലൂക്ക മൂവിയിലേക്ക് എത്തിപ്പെട്ടത്? ഞങ്ങൾ പരിചയപ്പെടുന്നത് ബെൻ എന്ന് പറഞ്ഞ സിനിമയിലെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. ജസ്റ്റ് അല്ല, ഹോംലി മിൽസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ലൊക്കേഷനിൽ ജസ്റ്റ് വന്ന് അങ്ങനെ കണ്ടിട്ടുള്ളൂ. ആരെന്താണെന്നറിയില്ല, ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ള പയ്യൻ, പ്രിൻസ്, ചെറുപ്പം പയ്യൻ. അങ്ങനെ കണ്ടു, ജസ്റ്റ് കണ്ടു. അത് കഴിഞ്ഞിട്ട് ബെന്ന് വിപിനാറ്റ്ലിയുടെ ഫ്രണ്ട് ആയിരുന്നു ആര്, പ്രിൻസ്. അങ്ങനെ ബെന്നിൻ്റെ ലൊക്കേഷനിൽ കണ്ടു, സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അവന് മെക്സിക്കൻ അപാരതയുടെ കഥ പറയാൻ വേണ്ടി വന്നതാണ് എൻ്റെ അടുത്ത്. അപ്പം അന്ന് പ്രൊജക്റ്റ് ആയിട്ടില്ല. അപ്പോൾ എനിക്കൊരു ക്യാരക്ടർ, ഇപ്പം അഭിനയിച്ച ക്യാരക്ടറല്ല, വേറൊരു ക്യാരക്ടർ. എന്നിട്ട് ദുൽഖറിൻ്റെ അടുത്ത് കഥ പറയാൻ പറ്റും. അപ്പോൾ ഞാൻ സലാല മൊബൈൽസ് അഭിനയിച്ചിട്ടില്ല. അപ്പോൾ ദുൽഖർ ആ സമയത്ത് CIA എന്ന് പറഞ്ഞൊരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സാമീനെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജോണറാന്ന് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അത് CIA എന്ന് പറഞ്ഞ പടം ചെയ്യണ കാരണം അതിപ്പോൾ എന്തായാലും ഇതാവില്ല. അങ്ങനെയാണ്. അപ്പോൾ ടൊവിനോനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടൊവിനോനെ വെച്ചിട്ട് പല ആൾക്കാരെ അടുത്തും സബ്ജക്റ്റ് പറയാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പം അന്ന് ടൊവിനോ നല്ല ടാലൻ്റ് ഉള്ളതാണ്, കഴിവുള്ള, നമുക്കൊരു ധാരണ ഉണ്ട് ടൊവിനോനെ കുറിച്ചിട്ട്. പക്ഷേ ടൊവിനോ കുറേ സിനിമകളിൽ വന്നിട്ടില്ല. മീൻസ് അന്ന് കുറച്ച് ഏതൊക്കെ പടം, ഗപ്പിയൊന്നും വന്നിട്ടില്ല അന്ന്. അതിന് ശേഷം, അതിന് മുമ്പത്തെ കഥയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെയാണ് ഈ അപ്പോൾ ഇവൻ്റെ പ്രിൻസിൻ്റെ സുഹൃത്തു കൂടിയാണ് ടോമിമുട്ടി, ഡയറക്ടർ. അങ്ങനെ ടോമിമുട്ടീനെ പരിചയപ്പെട്ട് നമ്മളത് പ്രൊജക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറേ നടന്നിട്ടുണ്ട്, ഞാനും പ്രിൻസും കൂടിയിട്ട്. അങ്ങനെയാണ് പ്രൊജക്റ്റായി വരുന്നത്. പിന്നെ അനുപേട്ട എൻ്റെ സുഹൃത്തായിരുന്നു, അനുപേട്ട ഹോംലി മിൽസിൻ്റെ ഡയറക്ടറാണല്ലോ ആൾ. അങ്ങനെയാണ് അത് പ്രൊജക്റ്റായി വന്നത്. ടൊവിനോ ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലൂക്കയിലായാലും ടൊവിനോ ആണ്, ഫോറൻസിക്കിലായാലും ടൊവിനോ ആണ്, ഒരു മെക്സിക്കൻ ഭാരതിയിലും ടൊവിനോ ആണ്. ആളായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്? അല്ല, അവനായിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ സിനിമയിൽ കാണുന്ന ഇത്, പിന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് കാണും, സംസാരിക്കും, ചില സ്ഥലത്ത് മീറ്റ് ചെയ്യാറുണ്ട്. നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ മെക്സിക്കൻ അപാരതൊക്കെ ചെയ്യണ സമയത്ത് രാത്രിയൊക്കെ പാതിരയ്ക്ക് വരെ ഷൂട്ടൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആ മഹാരാജാസിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാൻ കാണണം, രാത്രിയൊക്കെ 12 മണി 1 മണിക്കൊക്കെ പോയിട്ട് ആ ടൈമിൽ. അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യണതാണ്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. ഞാൻ ഫോറൻസിക് നടക്കുന്ന സമയത്ത് ഞങ്ങൾ അതിൻ്റെ ഫ്രീ ടൈം ഉണ്ടായിരുന്നു, 2 ദിവസം ഷൂട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാമെന്ന് വെച്ചാൽ അവിടെ മറ്റേ ഇത് എന്താണ് അവിടുത്തെ ഇതില്ലേ, തുരങ്കം, എന്താ അതിന് പറയാ അവിടുത്തെ സ്ഥലം,
കുതിരാൻ്റെ അവിടെ ഫുൾ ബ്ലോക്ക് ആയിരുന്നു, അതിൻ്റെ വർക്ക് നടന്നിരുന്ന സമയം. അപ്പം ഇങ്ങോട്ട് വന്ന് എറണാകുളത്ത് വന്നിട്ട് ഇങ്ങോട്ട് പോരണമെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പം നമ്മൾ അവിടെ കറങ്ങാൻ പോകും. അപ്പം ആ സമയത്ത് പോലും അവന് എന്താ പറയുക, വെറുതെ ഇരിക്കില്ല. അവന് ഏത് നേരം സ്റ്റോറി ഇടാനും ഫോട്ടോസ് ഇടാനും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ ചെറുതായി ഫോട്ടോ എടുക്കലും കാര്യങ്ങളും. അപ്പം ഞാൻ ആലോചിച്ച് ഞാനൊക്കെ എന്ത് ചെയ്യണം ഇവനെ അതിൻ്റെ സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിനും ഇതിനൊക്കെ വേണ്ടിയിട്ടേ. എന്നിട്ട് അവൻ തന്നെ എഡിറ്റ് ചെയ്യുക പരിപാടി എപ്പോഴും. അപ്പത്തിന് കോൾ വരുന്നുണ്ടാവും, അപ്പോൾ കഥ വേണ്ട കാര്യം ഉണ്ടാവും. മാനേജർ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഇവൻ കുറേ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, റെസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ കണ്ടിട്ട്. അപ്പം അതിനുള്ള റിസൾട്ട് അവനുണ്ടാവും. പിന്നെ നല്ല 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 മനുഷ്യനാണ്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ഒരു കെടാത്ത തീക്കനലിൽ കാത്തു സൂക്ഷിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് സിനിമ എന്ന്? നമ്മൾ വരും, നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് പ്രയത്നിക്കുന്നുണ്ട്. നമ്മൾ സത്യസന്ധമായിട്ടാണ് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നത്. നമ്മളൊരു ഫേക്കായിട്ട് ആരെയും ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ നമ്മളാരെയും പറ്റിക്കുന്നില്ല, അതൊന്നുമില്ല. നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചാൻസുകളല്ലേ ചോദിക്കണുള്ളൂ, അല്ലാതെ നമ്മൾ ആരെയും ദ്രോഹിക്കാനൊന്നുമല്ലല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് വരും അത്. നമ്മൾ ശക്തമായിട്ട് ആഗ്രഹിക്കുക, അതിനു വേണ്ടി പ്രയത്നിക്കുക, സത്യസന്ധമായിട്ട് അതിനെ സമീപിക്കുക. അപ്പം തീർച്ചയായിട്ടും നമ്മളിലേക്ക് എത്തും. അത് സിനിമ മാത്രമല്ല, എല്ലാ കാര്യമായാലും. അപ്പം എനിക്ക് നേരത്തെ സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഒരു നഷ്ടപ്രണയമുണ്ട് ഉള്ളിൽ. അതിൻ്റെ വിങ്ങൽ ഇപ്പോഴും ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണോ ഏതെങ്കിലും തരത്തിൽ? അല്ല, എന്നെ സംബന്ധിച്ച് പ്രണയങ്ങൾ ഞാൻ പ്രണയിച്ചതൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ്, ജെനുവിനായിട്ടാണ് പ്രണയിക്കുള്ളൂ. പിന്നെ ആ നേരത്ത് കുറേ ഫാൻസ് എന്ന് പറഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടുന്നവരിട്ടാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് കോളുകൾ വരുന്ന സമയം, അന്ന് ഇതേമാതിരി വീഡിയോ കോളോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒന്നും ഭയങ്കരമായിട്ട് സജീവമായിട്ടില്ല, ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരുപാട് കോളുകളൊക്കെ വന്നിരുന്നു. പക്ഷേ എനിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു, നല്ല പ്രണയമായിരുന്നു ആ സമയത്ത്. പിന്നെ പ്രായതല്ലേ, പ്രണയിച്ചില്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുണ്ട് അല്ലേ? ഡോക്ടേഴ്സ് അങ്ങനെയാണ് പറയാറ്. ഡോക്ടേഴ്സാണോ? ഡോക്ടേഴ്സ് അങ്ങനെ പറയാറുണ്ട്. നിനക്കെന്താ തോന്നിയുള്ളത്? എനിക്ക് പ്രണയം ഉണ്ടായിരുന്നില്ലേ? ആ പ്രണയിക്കണം ഉണ്ട്. അത് ഓരോ പ്രായത്തിൽ ഓരോ കാര്യങ്ങളുണ്ടാവും നമുക്ക്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ മക്കളോടുള്ളൊരു സ്നേഹം അത് വേറെ ഫീലിംഗാണ്. അച്ഛനും അമ്മയോടുള്ളൊരു ഫീലിംഗ് വേറെയാണ്, പ്രണയം വേറെയാണ്. അപ്പം എല്ലാത്തിനും അതൊക്കെ ഉണ്ടാവണം, മനുഷ്യ സഹജമാണ്. ഒരു ആക്ടർക്ക് അത് തീർച്ചയായിട്ടും വേണം. പ്രണയത്തിൻ്റെ ഫീലിങ്സ് അറിയണമല്ലോ നമ്മൾ, എന്നാലല്ലേ നമുക്ക് നന്നായിട്ട് അഭിനയിക്കുമ്പോൾ പ്രണയിക്കാൻ പറ്റുള്ളൂ. എല്ലാ ഇമോഷൻസ് ഉണ്ടാവും, പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് പ്രണയം കൂടുതലുണ്ടാവും എന്ന് പറയാം. അങ്ങനെ അപ്പോൾ ഇല്ല, അത് എനിക്ക് വിധിച്ചിട്ടുണ്ടാവില്ല. എനിക്കിതായിരുന്നു നല്ലതെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഇപ്പോഴുള്ള വൈഫ് തന്നെയാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ആ സമയത്ത് കുറേ കാട്ടിക്കൂട്ടലുകൾ ഉണ്ടാവും പ്രണയിച്ച സമയത്ത്. അത് അവരെ പേരൻസിനൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ അത് മാത്രമേ നോക്കുള്ളൂ, അത് സ്വന്തമാക്കണം, പ്രണയിച്ച കുട്ടീനെ സ്വന്തമാക്കണം, നമ്മളെ പ്രണയം ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ നേരത്ത് അതിന് ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും. എൻ്റെ ഉപ്പ അമ്മനെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും, അതുപോലെ അവരൊപ്പമുള്ള ഉപ്പാനും ഉമ്മാനും ബ്രദേഴ്സ് ഒക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും. അത് ആലോചിച്ചിട്ട് എനിക്കൊരു വിഷമം വരാറുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രായം പക്വത വരുമ്പോൾ അവരൊക്കെ ഒരുപാട് ഞാൻ കാരണം വിഷമിച്ചിട്ടില്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്കൊരു വിഷമം ഉണ്ടാവാറ്. അപ്പോൾ അതാണ് എനിക്ക് ഇപ്പോൾ ഉള്ള മാനസികാവസ്ഥ. അപ്പോൾ ഇക്കനെ ഇത്രയും നേരം ഇവിടെ ഇത്രയും മണിക്കൂറുകളായി തോന്നുന്നു ഇരുത്തി ബുദ്ധിമുട്ടിച്ച എനിക്ക് വേണ്ടിയിട്ട് ഇക്കോ ഡെഡിക്കേറ്റ് ചെയ്ത ഒരു പാട്ട് പാടാം. ഇത്രയും നേരം എന്നെ സഹിച്ച മനസ്സിലായില്ലേ? സഹിക്കാൻ ഞാൻ മിണ്ടില്ല, ഇത്ര നേരായിട്ട് എന്റെ പേര് പറഞ്ഞു കൊടുക്കരുത് അവിടുന്ന്. ഞാൻ മിണ്ടില്ല, ബർത്ത്ഡേ അല്ല വിഷ് ചെയ്തിട്ട്. സോറി അന്ന, നല്ല പേര് അന്ന. അതെ, പാർവതി തിരുവോത്തിന്റെ ഒരു ഫേസ് കട്ട് ഉണ്ട്. എനിക്കോ കട്ട് ചെയ്യരുത് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. എന്റെ അപ്പ എന്നോട് പറയാറുണ്ട്.
ഓക്കെ സ്റ്റാർട്ട്. ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മിണ്ടില്ല കേട്ടോ. അപ്പൊ നമ്മള് പ്ലാൻ ചെയ്ത് സക്സസ്. പിരിശത്തിൻ കാലത്ത് മൊഹബത്തിൻ പേരിട്ട് നീ തന്ന ചെമ്പകം ഇന്നും ഓർക്കുന്ന നെഞ്ചകം. എൻ പുന്നാരെ ഞാൻ ഓർക്കുന്ന നെഞ്ചകം. പറങ്കിമാവിൻ ചോട്ടിലന്ന് ഊഞ്ഞാലാട്ടിയിലേ, പറമ്പിലേപ്പോൾ മുല്ലകൾ പോലെ മാല കൊലുത്തിയിലേ. പിരിശത്തിൻ കാലത്ത് മൊഹബത്തിൻ പേരിട്ട് നീ തന്ന ചെമ്പകം ഇന്നും ഓർക്കുന്ന നെഞ്ചകം. എൻ പുന്നാരെ ഞാൻ ഓർക്കുന്ന നെഞ്ചകം. ഇത് ഞാൻ പണ്ട് ബാത്റൂമിലൊക്കെ എക്കൊണ്ടവര് പാടി കഴിഞ്ഞാൽ നല്ല രസമാണ് ഈ പാട്ട്. അത് എപ്പോഴും പാടുന്ന പാട്ടായിരുന്നു. എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തത് അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇഷ്ടായില്ലേ? ഓ ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. പുന്നാരെന്ന് വിളിച്ചപ്പോ പ്രത്യേകിച്ച് ഇഷ്ടായി. ഓ പുന്നാരെന്ന് വിളിക്കാറുണ്ട് ആരെങ്കിലും? ഇല്ല, ആരും വിളിക്കാറില്ല, അതുകൊണ്ട് ഇഷ്ടായി. ഒക്കെയാണ് ഇപ്പൊ വിളിച്ചത്, അത് കാരണം ഇഷ്ടായി എന്ന് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം എന്നെ സഹിച്ചിരുന്നതിനും ഒരുപാട് ഒരുപാട് താങ്ക് യു. ആൻഡ് ബി ഫോർ വില്ലേജ് പ്രേക്ഷകർക്കും ഞങ്ങൾ രണ്ടുപേരെയും കേട്ടിരുന്നതിന് ഒരുപാട് താങ്ക് യു. ബൈ. എല്ലാവർക്കും താങ്ക് യു. നമസ്കാരം. അപ്പോൾ ഇനി നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നന്ദി. ഇനിയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.